എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് KSEBയിൽ ഇപ്പോൾ യുവാക്കൾക്ക് തൊഴിലവസരം വന്നിരിക്കുകയാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. KSEB വർക്കർസ് തസ്തികയിലേക്ക് നിയമനം നടത്തുവാനുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. 15 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് PSC ഈ തസ്തികയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2011 മാർച്ചിൽ ഇതിനു മുൻപ് മസ്തൂർ തസ്തികയിലേക്ക് നിയമനം നടന്നത്. അന്ന് 4020 പേർക്കാണ് നിയമനം ലഭിച്ചിരുന്നത്. നിലവിൽ 985 ഒഴിവുകളാണ് ഉള്ളത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 6 ആണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ആണ് പരീക്ഷ സംഘടിപ്പിക്കുന്നത്. ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്കാണ് നിലവിലിപ്പോൾ നിയമനങ്ങൾ നടക്കുന്നത്. 24,400 രൂപ മുതൽ 43,600 രൂപ വരെയാണ് അടിസ്ഥാന ശമ്പളം. ഒഴിവുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം 101, കൊല്ലം 49, പത്തനംതിട്ട 24, ആലപ്പുഴ 70, കോട്ടയം 64, ഇടുക്കി 96, എറണാകുളം 139, തൃശൂർ 62, പാലക്കാട് 68, മലപ്പുറം 64, കോഴിക്കോട് 117, വയനാട് 26, കണ്ണൂർ 73, കാസർഗോഡ് 32 എണ്ണമാണ്. നേരിട്ടുള്ള നിയമനമാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കേണ്ടതാണ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കേണ്ടതാണ്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത നേടിയിരിക്കേണ്ടതാണ്. ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിലുള്ള 2 വർഷത്തെ സർക്കാർ അംഗീകൃത നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ശാരീരിക ക്ഷമത ഉള്ളവരായിരിക്കേണ്ടതാണ്. പോസ്റ്റിൽ കയറുവാനുള്ള വൈവിധ്യം ഉണ്ടായിരിക്കേണ്ടതാണ്. പുറം ജോലികൾ ചെയ്യുന്നതിനുള്ള ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കേണ്ടതാണ്. ശാരീരികമായിട്ടുള്ള ക്ഷമത പോൾ ക്ലൈംബിങ്ങിലുള്ള വൈവിധ്യം പരിശോധിച്ച് വിലയിരുത്തുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ 9 മീറ്റർ ഉയരമുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ 8 മിനിറ്റിനുള്ളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ടതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പ്രായോഗികമായിട്ടുള്ള പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രാവീണ്യം തിരഞ്ഞെടുപ്പ് സമയത്ത് വിലയിരുത്തുന്നതാണ്. ശാരീരിക ക്ഷമത തെളിയിക്കുവാനായിട്ടുള്ള നിർദ്ദിഷ്ടമായിട്ടുള്ള ഫോർമാറ്റിലുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. കൂടാതെ ശാരീരികമായിട്ടുള്ള മറ്റ് യോഗ്യതകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് 5 അടി 2 ഇഞ്ച് ഉയരമുണ്ടായിരിക്കേണ്ടതാണ്. സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് 4 അടി 9 ഇഞ്ച് ഉയരമുണ്ടായിരിക്കേണ്ടതാണ്. കാഴ്ച സാധാരണമായിട്ടുള്ള കാഴ്ച ഉണ്ടായിരിക്കേണ്ടതാണ്. വർണ്ണാന്ധത ഉണ്ടായിരിക്കരുത്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.